ഫസ്റ്റിൽ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടം ശരിക്കും പറഞ്ഞാൽ ഒരു അൾട്രാ വൈഡ് ആ ഫ്രെയിമൊക്കെയാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഹാഫ് ഒരു മോഹൻലാൽ എന്നല്ല, ശരിക്കും LJPയുടെ ഒരു പടമാണ്. ഒരു ഡയറക്ടർ എന്താ പറയുക, ഒരു നടനെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു പടം ചെയ്യുമ്പോൾ ലിജോ ജോസൊക്കെ ഇതുപോലത്തെ പടങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു ഡയറക്ടറെ നമ്മൾ ആസ്വദിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം ഇഷ്ടം. മലൈക്കോട്ടെ വാലിബൻ ആദ്യ പകുതി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പക്ക ലിജോ പടം, ലാലേട്ടന് അടിഞ്ഞാട്ടാണ്. പക്ക പടം, ഓരോ ഷോട്ടും കറക്റ്റായിട്ട് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ക ലാലേട്ടൻ. സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നന്നായി ലിജോ പെല്ലിശ്ശേരി ലാലേട്ടന്റെ കൂട്ടുകെട്ട് സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. ലാലേട്ടൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഫാൻസ് എല്ലാം വലിയ ആവേശത്തിലാണ്. പൂർണ്ണമായും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ എന്ന് തന്നെയുള്ളതാണ് ആദ്യ പകുതിയെക്കുറിച്ചുള്ള ഈ ആളുകളുടെ അഭിപ്രായം. എന്തായാലും ഫാൻസിന് വേണ്ടിയുള്ള പ്രത്യേക ഷോ 6:30 ആരംഭിച്ചത്. ഇപ്പോൾ ഇന്റർവെല്ലിന് വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആളുകൾ. എന്തായാലും ഇനിയുള്ളത് മാസ് ഫിലിമുകൾ, മോഹൻലാലിന്റെ ശരിക്കുമുള്ള ഹീറോയിസം ഇനിയാണ് കാണാനിരിക്കുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ആരാധകർ. മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വിനേഷ്, നമ്മുടെ ഈ ഫാൻ ഷോ ആണ് ഇപ്പോൾ രാവിലെ 6:30 തുടങ്ങിയത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒരു മോഹൻലാൽ അടിച്ചു പൊളിച്ചു അടിപൊളി സിനിമ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ സംവിധായകന്റെ സിനിമയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് മോഹൻലാൽ ഫാൻസ്. അശ്വതി അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഈ സിനിമ മോഹൻലാലിന്റെ ഒരു മാസ് ഹീറോയിസം ഒന്നുമല്ല, മറിച്ച് സിനിമ ഒരു ലിജോയുടെ സിനിമ സാധാരണ പോകുന്ന പോലെ തന്നെ മനോഹരമായ ഫ്രെയിമുകൾ, അത്രയും ഷോട്ട്സുകൾ, എഡിറ്റിംഗ് രീതി, എന്തായാലും മധു നീലകണ്ഠന്റെ മനോഹരമായ ക്യാമറ വർക്ക്, ഇങ്ങനെ ഇതെല്ലാം ഒത്തുചേർന്നൊരു സിനിമയാണ്. നമുക്കറിയാം ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഇതിന്റെ പ്രൊമോഷൻ വീഡിയോകളിലെല്ലാം തന്നെ മോഹൻലാലും ലിജോ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു അമർ ചിത്രകഥ നമ്മൾ വായിക്കുന്ന ഒരു ആവേശത്തോടു കൂടിയേ ഈ സിനിമ കാണാൻ കഴിയുകയുള്ളൂ, അങ്ങനെ ഒരു സിനിമയാണ് എടുത്തിട്ടുള്ളത് എന്നാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, കാരണം മോഹൻലാൽ ഈ ഹിന്ദിക്ക് വേണ്ടി അനുരാഗ് കശ്യപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സിനിമ കണ്ടപ്പോൾ ഇതൊരു മലയാളത്തിലൊരു മികച്ച സിനിമയായിരിക്കും, ഇതുവരെയും കാണാത്ത ഒരു ട്രീറ്റ്മെന്റ് രീതിയാണെന്ന് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സിനിമകളെല്ലാം തന്നെ ഈ രീതിയിൽ വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഹീറോയിസത്തിനൊപ്പം തന്നെ തികച്ചും ഒരു ഡയറക്ടറുടെ സിനിമ മാത്രമാണ് ഇത് എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ആദ്യ പകുതി മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇനിയുള്ള പകുതിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇടവേള കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരകത്തേക്ക് കയറുകയാണ്. രണ്ടാമത്തെ ഹാഫ് നന്നായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ കയറുകയാണ്. വിനേഷ് കുമാറാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.